എൻ്റെ കുടുംബത്തിലൊന്നും ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു കുടുംബത്തിലെ ആളുകൾക്ക് മോട്ടിവേഷൻ ആവണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബ് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോബ് എന്നുള്ള ആഗ്രഹം വീട്ടിൽ പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇത് വന്ന സമയത്ത് ഫോണിൽ ഇങ്ങനെ മെയിലായിട്ട് വന്നതാണ്. മെയിലായിട്ട് വന്നത് കണ്ടപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ മുന്നിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പൊ ഹസ്ബൻഡ് എന്നോട് എന്തോ പറഞ്ഞ് കണ്ട ഹാപ്പി കണ്ടപ്പോ തന്നെ ഹസ്ബൻഡിന്റെ ഉപ്പയും പെങ്ങളെല്ലാരും കൂടി വന്ന് എന്താ ചോദിച്ചു. അപ്പൊ ഓരും ഭയങ്കര ഹാപ്പി ആയി റിസൾട്ട് കേട്ടപ്പോ. എൻ്റെ പേര് ഷഹന. ഞാൻ മലപ്പുറം ജില്ലയിലെ മൊറയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. വരാന്ത റേസിലെ 2023 ജൂലൈ മോർണിംഗ് ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാനിപ്പോൾ ക്ലിയർ ചെയ്ത പോസ്റ്റ് SSC Phase 12 എന്ന് പറയുന്ന പോസ്റ്റാണ്. അതിൽ GCI ഗേൾ കാഡറ്റ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റാണ് ക്ലിയർ ചെയ്തത്. 2023 ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഞാൻ ഫറൂഖ് കോളേജിൽ BSc മാത്സ് ആയിരുന്നു. ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഡിഗ്രി കഴിഞ്ഞ ഉടനെ SSC അല്ലെങ്കിൽ PSC കോച്ചിങ്ങിന് പോവാന്നുള്ള ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് SSC കോച്ചിങ് ഒക്കെ എന്നെ കൊണ്ട് പറ്റുമോ, ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബൊക്കെ എഴുതിയെടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാണ്ട് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു PGക്ക് ജോയിൻ ചെയ്തൂടെ, ഡിഗ്രി കഴിഞ്ഞു ഇനി PGക്ക് ജോയിൻ ചെയ്തൂടെ എന്ന്. അപ്പോൾ ഞാൻ ചിന്തിച്ച് PG കഴിഞ്ഞാലും നമ്മൾ വരാൻ പോകുന്നത് ഈ ഫീൽഡിലേക്ക് തന്നെയല്ലേ, പിന്നെ എന്തുകൊണ്ട് 2 വർഷം വെയിറ്റ് ചെയ്യണമെന്ന് ആലോചിച്ചു. ആ സമയത്താണ് ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടത്, സജാദ് എന്ന് പറയുന്ന. ഓനാണ് ഇവിടേക്ക് എന്നെ റെക്കമെൻഡ് ചെയ്തിട്ട് കുറച്ച് മോട്ടിവേഷൻ തന്നിട്ട് ഈ SSCൻ്റെ ഫീൽഡിലേക്ക് എത്തിച്ചത്. അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് ഇവിടുത്തെ സർക്കിളിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു കുറച്ച് സ്റ്റുഡൻസും ഒക്കെ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയന്ന്. അന്ന് ഇവിടെ വന്ന് എന്താ പറയുക മെറ്റീരിയലൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനെ കൊണ്ട് പറ്റുന്ന തന്നെ ഉള്ളൂ എന്നുള്ളത്. പിന്നെ ലാബ് ഫെസിലിറ്റി ഞാൻ യൂസ് ചെയ്യലുണ്ടായിരുന്നു. അതാണ് മെയിനായിട്ട് ഇതിന് യൂസ് ആയത്. പിന്നെ വരാന്ത റൈസിൽ നിന്നാണ് ഫസ്റ്റായിട്ട് ഒരു ബേസിക് ഈ എന്തൊക്കെ പഠിക്കണം, എങ്ങനെ ആണ് തുടങ്ങേണ്ടതെന്നൊക്കെ ഉള്ളത് എനിക്ക് മനസ്സിലായത്. വരാന്ത റൈസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ജേർണിയിൽ. പിന്നെ ആദ്യത്തെ പോസ്റ്റിംഗ് ആണ്, അതായത് ആദ്യത്തെ ജോബാണ് ഇതിൽ കിട്ടുന്നത്. ആക്ച്വലി എൻ്റെ ഡ്രീം പോസ്റ്റ് എന്ന് പറയുന്നത് ഇതല്ലായിരുന്നു. SSC CGL ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് ആഗ്രഹം. പക്ഷേ ആദ്യത്തെ ഒരു പോസ്റ്റ് എന്നുള്ള നിലയിൽ ഇതിൽ ജോയിൻ ചെയ്യുന്നു. പിന്നീട് തുറന്ന് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും ഇത് SSCയിലേക്ക് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ജോബ് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും നേടിയെടുക്കാവുന്ന, കൺസിസ്റ്റൻസിയോടും ഹാർഡ് വർക്കോടും പഠിച്ച് നേടിയെടുക്കാവുന്ന എക്സാംസ് തന്നെ ഉള്ളൂ. ഈ റിസൾട്ട് വരുന്നത് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ള സമയത്താണ്. അന്ന് ഭയങ്കര ഭാഗ്യം എന്നുള്ള നിലയിൽ ഞങ്ങളെ വീട്ടിലൊരു സൽക്കാരം ഫംഗ്ഷൻ ആയിരുന്നു. എൻ്റെ വീട്ടിൽ നിന്നുള്ള ആളുകളെയും എല്ലാവരെയും വിളിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ റിസൾട്ട് വരുന്ന ദിവസം എല്ലാവരും അന്ന് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് റിസൾട്ട് എല്ലാവരോടായിട്ട് പറയാൻ പറ്റി. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് ഭയങ്കര നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു ലൈഫിൽ. ആദ്യമായിട്ട് ഞാൻ ഇത് വന്ന സമയത്ത് ഫോണിൽ ഇങ്ങനെ മെയിലായിട്ട് വന്നതാണ്. മെയിലായിട്ട് വന്നത് കണ്ടപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് എന്തോ പറഞ്ഞ് ഹാപ്പി കണ്ടപ്പോൾ തന്നെ ഹസ്ബൻഡിൻ്റെ ഉപ്പയും പെങ്ങളെല്ലാവരും കൂടി വന്ന് എന്താ ചോദിച്ചു. അപ്പോൾ ഓരും ഭയങ്കര ഹാപ്പി ആയി റിസൾട്ട് കേട്ടപ്പോൾ. മെയിനായിട്ട് വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. നമ്മൾ ഡെയിലി കുറേ ഒന്നും പറ്റില്ലെങ്കിലും കുറച്ചായിട്ട് എന്നും ഈ ഒരു ടച്ച് വിടാണ്ട് പഠിക്കുക. പിന്നെ ഒരിക്കലും ഡീമോട്ടിവേറ്റ് ചെയ്തതിനെ കൊണ്ട് പറ്റുമോ എന്നൊന്നും പറഞ്ഞ് ഗീവ് അപ്പ് ചെയ്ത് പോവാണ്ടിരിക്കുക. എല്ലാവർക്കും പറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു പോസിറ്റീവ് മനോഭാവം ഉണ്ടാവുക. നമ്മൾ തന്നെ വിശ്വസിക്കുക. നമുക്ക് ആരും പുറത്തുനിന്ന് എക്സ്റ്റേണൽ മോട്ടിവേഷനൊന്നും ഇല്ലെങ്കിലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോവാം. എൻ്റെ കുടുംബത്തിലൊന്നും ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു കുടുംബത്തിലെ ആളുകൾക്ക് മോട്ടിവേഷൻ ആവണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോബ് എന്നുള്ള ആഗ്രഹം വീട്ടിൽ പറഞ്ഞപ്പോൾ ഉപ്പയുമ്മി ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവരുടെ ആ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. എല്ലാ തരത്തിലും ഇവിടെ റേസിൽ പഠിച്ചപ്പോൾ
എൻ്റെ സ്വദേശം മലപ്പുറം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ ഹോസ്റ്റലിൻ്റെ ഫീ ആണെങ്കിലും അങ്ങനെ എല്ലാ ഫീയും കാര്യങ്ങളൊക്കെ തന്ന് ഹെൽപ്പ് ചെയ്തത് വീട്ടുകാർ തന്നെയാണ് ഉറപ്പായിട്ടും. പിന്നീട് ഈ ജേണിൻ്റെ ഇടയിൽ ആണ് കല്യാണം കഴിയണത്. കല്യാണം കഴിയുമ്പോൾ പൊതുവെ ഗേൾസിനൊക്കെ ഇങ്ങനെ ഒരു ജോബ് കിട്ടുമ്പോൾ സപ്പോർട്ടാവാത്ത ഫാമിലിയും ഹസ്ബൻഡിൻ്റെ ഫാമിലിയും ഇന്നത്തെ കാലത്തുണ്ട്. പക്ഷേ എന്തോ അൽഹംദുലില്ലാ ഭാഗ്യം കൊണ്ടും അവരും ഭയങ്കര സപ്പോർട്ടീവാണ്. വരാന്ത റൈസ് കാലിക്കറ്റിൽ ലാബ് സൗകര്യം ഒരുപാട് ഹെൽപ്പ് ചെയ്ത്. അവിടെ നമ്മൾ മാക്സിമം മോക്ക് എടുക്കുമ്പോഴാണ് നമ്മുടെ മാർക്ക് കൂടിക്കഴിഞ്ഞാലാണ് നമുക്കിത് കിട്ടുക. അപ്പം എല്ലാവരോടും പറയാനുള്ളത് മോക്ക് നല്ലോണം എടുക്കുക, ലാബ് നന്നായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഇവിടുത്തെ സർക്കിളും ഇവിടുത്തെ ഈ മെൻഡർ ഉള്ള ഒരു സിസ്റ്റം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതും എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക.